സാംസ്കാരിക വകുപ്പിന്റെ എറണാകുളത്തെ ചലിക്കുന്ന ആർട്ട് ഗാലറി കട്ടപ്പുറത്തായിട്ട് 10 വർഷത്തിലധികമായി. വിവിധയിടങ്ങളിൽ പ്രദർശനങ്ങൾ നടക്കുകയെന്ന ഉദ്ദേശത്തോടെ വാങ്ങിയ വാഹനം ദർബാർ ഹാൾ ആർട്ട് ഗാലറിക്ക് മുന്നിൽ പുരാവസ്തുവായി അവശേഷിക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് ചലിക്കുന്ന ആർട്ട് ഗാലറി എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ച ഉദ്യമത്തിന്റെ ബാക്കി പത്രമാണ് ഈ വാഹനം. എറണാകുളം ദർബാർ ഹാളിലെ ലളിതകലാ അക്കാദമിക്ക് മുന്നിൽ ഈ വാഹനം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ബസിനെ ചലിപ്പിക്കാനുള്ള കേരള ലളിതകലാ അക്കാദമിയുടെ എല്ലാ ശ്രമങ്ങളും പാളി. വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് ചിത്രപ്രദർശനങ്ങൾ നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ലക്ഷങ്ങൾ മുടക്കി സാംസ്കാരിക വകുപ്പ് വാഹനം വാങ്ങിയത്. ഇന്ന് ആ സഞ്ചരിക്കുന്ന ചിത്രകലാശാല ബസ് സഞ്ചരിക്കാതെ ഇവിടെ കിടക്കുകയാണ്. എന്താണ് പേര്? അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ്. കാരണം വല്ലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടയറിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യും, വീണ്ടും ഇവിടെ തന്നെ കിടക്കുന്നൊരവസ്ഥയിലാണ്. വാസ്തവത്തിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഈ ബസ് ഇവിടെ കിടക്കുന്നത്. 10 വർഷത്തിലധികമായി ഇൻഷുറൻസ് അടച്ചിട്ടില്ലെന്നതാണ് വാഹനം ഓടിക്കാനുള്ള പ്രധാന വെല്ലുവിളി. മഴയും വെയിലുമേറ്റ് ബസ്സിന് പുറമെയുള്ള ചിത്രങ്ങളടക്കം നശിച്ചു. ഇതിൽ തുടരുതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ ബസ്സിൽ തൊട്ടാൽ ചിത്രങ്ങൾ പോകുന്നതാണ്. ഈ ബസ്സിൽ എവിടെയാണ് ചിത്രങ്ങൾ കാണാൻ പറ്റുന്നത്? കാരണം മഴയും വെയിലും കൊണ്ട് അതിൻ്റെ പുറത്തുള്ള ഡിസൈൻ ചിത്രങ്ങളെല്ലാം പോയിരിക്കുകയാണ്. വാസ്തവത്തിൽ സാംസ്കാരിക കേരളത്തിന് തന്നെ ഒരു നാണക്കേടായി തന്നെയാണ് നിൽക്കുന്നത്. സ്പെഷ്യൽ കാറ്റഗറി പെർമിറ്റോടെ ഇറക്കിയ വാഹനം 2 വർഷത്തിനു ശേഷം ടൂറിസ്റ്റ് ബസ് പെർമിറ്റാക്കി മാറ്റി. ഇതോടെ അടയ്ക്കേണ്ട നികുതിയും വർദ്ധിച്ചു. കഴിഞ്ഞ നവംബറിൽ ബസ് വീണ്ടും ഗാലറിയാക്കാൻ അക്കാദമി പദ്ധതിയിട്ടിരുന്നെങ്കിലും നടന്നില്ല. UDF സർക്കാർ തുടങ്ങിയ ആർട്ട് ഗാലറിക്ക് LDF സർക്കാർ 2 തവണ അധികാരത്തിലെത്തിയിട്ടും ശാപമോക്ഷം നൽകാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ചിത്രകാരന്മാർ. ജനം, കൊച്ചി.